ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നത് ഒക്ടോബർ 27 ഉണ്ടായിരുന്ന ഏലിയ അസസ്മെന്റിനെ കുറിച്ചിട്ടായിരുന്നല്ലേ. അതിനുശേഷം ഒരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഓഫീസ് ഡ്യൂട്ടി സെറ്റ് ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ഓട്ടോമൻ വെതർ ആയതുകൊണ്ട് തന്നെ വർക്കിനൊക്കെ പോകാൻ നല്ല സെറ്റ് ആയിരുന്നു. പിന്നെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിംഗ് ഒക്കെ ആയിരുന്നു. മോർണിംഗ് 10 to 5 നമ്മൾ ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫസ്റ്റ് ഡേ പ്രത്യേകിച്ച് വർക്കൊന്നും അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഇൻട്രക്ഷനും കാര്യങ്ങളായിരുന്നു. പിന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ട് അവിടെ ന്യൂലി ലോഞ്ച് ചെയ്ത വാട്ടർ ബോട്ടിലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ November 11 എൻ്റെ ഫസ്റ്റ് മിഡ് വൈഫ് അപ്പോയിൻമെന്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് അപ്പോയിൻമെന്റ് ഡേറ്റ്സ് വരും. പിന്നെ NHS ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കൺവീനിയൻ്റ് ആയിട്ട് അപ്പോയിൻമെന്റ് ലെറ്റേഴ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഹോസ്പിറ്റൽ അവരുടെ അടുത്തുള്ള ക്ലിനിക്കിലേക്കാണ് നമ്മൾ റെഫർ ചെയ്യുക. അവിടെയാണ് നമ്മുടെ എല്ലാ മിഡ് വൈഫ് അപ്പോയിൻമെന്റ്സ് ഉണ്ടാവുക. എനിക്ക് വാർഡൻ ക്ലിനിക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആൻഡ് ഫസ്റ്റ് അപ്പോയിൻമെന്റിൽ ഇതുപോലെ നമ്മൾ ബ്ലഡ്, യൂറിൻ, ഹൈറ്റ് ആൻഡ് വെയിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് എല്ലാം നോർമൽ ആണോ നോക്കും. റിസൾട്ട് ഒക്കെ അപ്പം തന്നെ നോക്കും. പിന്നെ ഫർദർ റിസൾട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമുക്ക് കോൾ ചെയ്യും, ഇല്ലെങ്കിൽ ലേറ്റർ നമുക്ക് മെയിൽ ആയിട്ട് വരും കേട്ടോ. അങ്ങനെ അന്ന് എനിക്ക് ഇങ്ങനെ ഒരു കിറ്റ് വന്നിട്ടുണ്ടായിരുന്നു വിത്ത് ദ ഗ്രീൻ ബുക്കിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഗ്രീൻ ബുക്ക് എന്ന് പറയുന്നത് എൻ്റെ മെറ്റേണിറ്റി ടൈമിൽ നമ്മളെ കയ്യിലുണ്ടാവേണ്ട ഒരു സാധനമാണ്. മെറ്റേണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനും നമുക്ക് ഗ്രീൻ ബുക്ക് കയ്യിൽ വേണം കേട്ടോ. ആൻഡ് ഈ ഒരു കിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇതുപോലെ ഫോളിക് ആസിഡ് പ്ലസ് വിറ്റാമിൻ മിക്സ്ഡ് ആയിട്ടുള്ള ടാബ്ലറ്റ്സിൻ്റെ ഒരു 2 കിറ്റ് ഉണ്ടായിരുന്നു. ഒന്നൊരു ബോട്ടിലും പിന്നെ ഒന്നൊരു പാക്കിലുമായിരുന്നു. ബോട്ടിലിൻ്റെ ആദ്യം കഴിച്ചു തുടങ്ങാൻ പറഞ്ഞു. ഒരു ഡോസ് വെച്ച് ഒരു ഡേ. പിന്നെ കുറച്ച് മെറ്റേണിറ്റി അഡ്വർടൈസിങ് കാർഡുകൾ, ഒരു ബേബി ഷാമ്പൂ ഉണ്ടായിരുന്നു, ഒരു പെന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ ഫോളിക് ആസിഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതലേ ഹോളണ്ട് ബാരറ്റിന്ന്. അപ്പോൾ എന്നോട് അത് നിർത്തിയിട്ട് ഇനി ഡോക്ടർ തന്നത് കഴിച്ചു തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ തരുന്ന ക്ലിനിക്കുകളിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഡേറ്റോ അല്ലെങ്കിൽ ക്ലിനിക്ക് തന്നെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അപ്പോയിൻമെന്റിന്റെ മെസ്സേജ് വരുമ്പോൾ അപ്പോൾ തന്നെ അവരെ കോൺടാക്ട് ചെയ്ത് അത് ചേഞ്ച് ചെയ്യാം കേട്ടോ. ആൻഡ് അതുപോലെ ആ ഒരു അപ്പോയിൻമെന്റ് നമുക്ക് അടുത്ത അപ്പോയിൻമെന്റ് എപ്പോഴാണെന്നും അവർ പറഞ്ഞുതരും. അതിന്റെ മെസ്സേജും കാര്യങ്ങളും വരും. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അവരോട് ഡയറക്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ.